Hi everyone, welcome to my channel. I'm Subi. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് കോളിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പല കളറിൽ നമുക്ക് പ്ലാന്റ് കാണാറുണ്ട്. അപ്പോൾ ഞാനതിനകത്ത് ഒരു പിങ്ക് വയലറ്റ് ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ ട്രേയിൽ ഞാൻ അതിനെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെറിയ രണ്ട് ലീഫ്, പിന്നെ അതിനേക്കാൾ ഒരു മീഡിയം സൈസും പിന്നെ രണ്ട് ബിഗ് സൈസ് ആയിട്ടുള്ള പ്ലാന്റാണ് ചെയ്തേക്കുന്നത്. ലീഫാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബിഗ് സൈസ് ഉള്ളത് ഒരു 2 എണ്ണം കൂടെ ചെയ്ത പ്ലാന്റ് കുറച്ചുകൂടെ വലുതായിട്ട് ഇരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെ എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനമാണ്. പിന്നെ നിങ്ങളുടെ ക്രോഷ്യ അഡിക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ടോപ്പിൽ വരുന്ന ചെറിയ ലീഫുകൾ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനൊരു പിങ്ക് കളറിൽ മിൽക്ക് കോട്ടൺ ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ടാണ് ആവശ്യമുള്ളത്. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നു. 2.25 mm ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു 9 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 4 5 6 7 8 9 ചെയിൻ സ്റ്റിച്ചിട്ടുണ്ട്. സ്റ്റിച്ചസ് എല്ലാം ടൈറ്റായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റത്തെ സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി 3 സ്റ്റിച്ചിൽ നമുക്ക് ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. 3 എണ്ണം ആയില്ല അല്ലേ? ഇവിടെയും ഡബിൾ ക്രോഷേ തന്നെയാണ് കേട്ടോ, 3 എണ്ണം ചെയ്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ. അടുത്തത് സിംഗിൾ ക്രോഷേ. ഇനി ലാസ്റ്റ് വരുന്ന സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ദെൻ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്യാം. നേരെ നമുക്ക് ഈ ടെയിലിനെ ബാക്കിലോട്ട് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇവിടെ ചെയ്ത അതേപോലെ തന്നെ റിവേഴ്സാണ് ഇപ്പുറത്ത് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷേ വരും. ദെൻ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഇന്നേരം നമുക്ക് ഈ ബാക്കിൽ വരുന്ന യാണിനെ ഇനി കട്ട് ചെയ്യാം. 2 സ്റ്റിച്ചിലൊക്കെ അത് ഇരുന്നോളും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് അത് അഴിഞ്ഞു പോരില്ല. ഇനി വരുന്ന 3 സ്റ്റിച്ചിൽ നമുക്ക് ഡബിൾ ക്രോഷേ ചെയ്യാം. 2 3 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ. അയ്യോ, നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ. കണ്ടോ? അപ്പോൾ ഈ സിംഗിൾ ക്രോഷേ ഫുൾ ചെയ്യുന്നതിന് മുൻപായിട്ട് നോക്കൂ, ഇതാ ഈ 2 ലൂപ്പ് മാത്രമായിട്ട്, അതായത് ഇങ്ങനെ നിർത്തുന്നു. ഇനി നമുക്ക് കളറൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ഗ്രീൻ കളർ യാണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്രീൻ കളർ യാണ് ഇനി ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്.
ഇനി ചെയ്യുമ്പോൾ ഈ രണ്ട് പിങ്കും ഈ ഗ്രീനും ഒരുമിച്ച് പിടിക്കാം. ഇനി നമുക്കിവിടെ ഫ്രണ്ടിൽ, അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതാ ഫ്രണ്ടിൽ വരുന്ന ഈ സ്റ്റിച്ചിൽ ഹുക്കിനെ കടത്തുന്നു. ഇതിനെ രണ്ടിനെ നമുക്ക് നീറ്റായിട്ട് ഇതിനുള്ളിൽ തന്നെ പിടിക്കാം. ഇനി നമുക്കിവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് വേണ്ടത്. അത് കഴിഞ്ഞ് നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് നമുക്കിനി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കിൽ കൂടെ വേണം യാണിനെ എടുക്കാനായിട്ട്, അതായത് ഈ വയറുകളുടെ ബാക്കിൽ കൂടെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കണ്ടോ, വയറുകളുടെ ബാക്കിൽ കൂടെ എടുത്തു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇടാം, കുറച്ച് വലിച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊരു നോട്ട് പോലെ ഈ കമ്പി രണ്ട് വയറുകളുടെ മേലെ കൂടെ ഒന്ന് ചുറ്റി കൊടുത്ത് അറ്റം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു നോട്ടായി, അതായത് നമ്മളൊരു കെട്ടിട്ട് വെച്ചതുപോലെയായി. സോ ഇനി അഴിഞ്ഞൊന്നും പോരില്ല. ഇനി നമുക്ക് ഈ ഗ്രീൻ കളർ യാണ് കൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടിൽ, അതായത് ഈ നിൽക്കുന്ന രണ്ട് വയറുകളെ കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചുറ്റി കൊടുക്കാം. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഞാനിതിനെ ഒന്ന് അകത്തി വെച്ചിട്ട് അതിൽ കൂടെ ഒന്ന് ചുറ്റി പിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അത് അഴിഞ്ഞൊന്നും പോരില്ല. ഇനി നിങ്ങൾക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അറ്റം വരെ ചുറ്റി കൊണ്ടുപോയിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നില്ല, ഇനി വേറെ ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്യാത്തത്. അതായത് വലിയ കമ്പിയിൽ വെച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള രണ്ട് ലീഫുകൾ, അതായത് ചെറിയ രണ്ട് ലീഫുകൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ്, ഇതുപോലെയാണ് ഫ്രണ്ടിൽ നിൽക്കുക, അതായത് ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും രണ്ട് ലീഫുകൾ നിൽക്കുന്നത്. ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ദെൻ ചെയിൻ 12, 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റിച്ചസും ടൈറ്റായിട്ടിട്ട് ഇരിക്കാൻ നോക്കുക. ചിലത് വലുതും ചിലത് ചെറുതും വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ, ഇനി 5 തവണ ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 5. ഇനി 2 തവണ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ. ഇനി ഒരു ലാസ്റ്റ് സ്റ്റിച്ച് ഉണ്ട്, അതിൻ്റെ അകത്ത് സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ദെൻ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. അതിനോടൊപ്പം യാണിനെ ഒന്ന് ടൈറ്റാക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ റിവേഴ്സായിട്ടാണ് ഇപ്പുറത്ത് ചെയ്യേണ്ടത്. സോ ഒരു സിംഗിൾ ക്രോഷേ, 2 ഹാഫ് ഡബിൾ ക്രോഷേ. അപ്പോൾ ഈ യാണിനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഇത് ടൈറ്റായിട്ടുണ്ട്, ഇനിയൊന്നും അഴിഞ്ഞു പോവില്ല. ഇനി ഒരു 5 തവണ ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 5. അടുത്തതായിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ.
ഇനി ഒരു സിംഗിൾ ക്രോഷേ. ഇനി നമുക്ക് ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റിച്ചിലായിട്ട് സിംഗിൾ ക്രോഷേ, പിന്നീട് നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, അടുത്തത് ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. ഒന്ന്, രണ്ട്. ഡബിൾ ക്രോഷേ ഇൻക്രീസ്. അടുത്ത സ്റ്റിച്ചിൽ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അടുത്തത് സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. അടുത്തതിൽ നമുക്ക് രണ്ട് ഡബിൾ ക്രോഷേ, അതായത് ഹാഫ് ഡബിൾ ക്രോഷയുടെ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. രണ്ട് ഹാഫ് ഡബിൾ ക്രോഷേ ഒരു സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി നമുക്ക് സിംഗിൾ ക്രോഷേസ് ചെയ്യാം. ഒന്ന്, രണ്ട്. ഇനിയുള്ളത് നമുക്ക് ഏറ്റവും സെൻറ്ററിൽ വരുന്ന സ്റ്റിച്ചാണ് കേട്ടോ. അതിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കാം. ചെയിൻ 1 ഇട്ട് കൊടുക്കാം. ആൻഡ് ദെൻ ഒരു സിംഗിൾ ക്രോഷേ കൂടെ അവിടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ട് സിംഗിൾ ക്രോഷേ ഇപ്പുറത്ത് ചെയ്ത് അതുപോലെ തന്നെയാണ് നമുക്ക് റിവേഴ്സായിട്ട് ചെയ്യാനുള്ളത് കേട്ടോ. രണ്ട് സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷേ ഇൻക്രീസ്, വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ, വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ടു ഡബിൾ ക്രോഷേ ഇൻ വൺ സ്റ്റിച്ച്, അതായത് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ഇനി അടുത്തത്. വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞ് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ എടുത്തിട്ട് നമുക്ക് യാണിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പർപ്പിൾ കളറിൽ യാൺ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് മാർക്ക് മാറ്റാം. ഈ രണ്ട് സ്റ്റിച്ചിനെ ഒരുമിച്ച് പിടിക്കാം. ഈ സ്റ്റിച്ച് മാർക്ക് ഊരിയ സ്റ്റിച്ചിൽ കൂടെ
ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. then chain 1, കണ്ടോ, സ്റ്റിച്ച് ഇട്ടു, ജസ്റ്റ് ചെയിൻ 1. അടുത്തത് നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. അടുത്തത് ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി നമുക്ക് ഈ ആണിനെ കട്ട് ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷേ. ഇപ്പം ഒരു സിംഗിൾ ക്രോഷയും 2 ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ആ ചെയിനിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് മാർക്ക് വീണ്ടും ഇട്ട് വയ്ക്കാം കേട്ടോ. ഞാൻ ഇടാൻ പറഞ്ഞതുകൊണ്ട് രണ്ടാമത് ചെയ്യുന്നത്. ഇനി ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. 2 double crochets in the same stitch. കണ്ടോ, അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഡബിൾ ക്രോഷേ, വീണ്ടും 2 double crochets in the same stitch. That means double crochet increase. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ സ്റ്റിച്ചിലല്ല, അതായത് ഇവിടെയാണ് നമ്മൾ ചെയ്യാറ്. ഇനി ഈ കാണുന്ന സ്റ്റിച്ചിലാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിനെ നമ്മൾ ഇവിടെ ഒഴിവാക്കും. ഇനി അടുത്തത് മുതൽ അടുത്ത സ്റ്റിച്ചിലാണ് ചെയ്യുക. പക്ഷേ ഇവിടത്തേന് പകരം നമ്മൾ താഴെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ക്രോഷേ ഇതിന് താഴെ വരുന്ന സ്റ്റിച്ചിലെ കൂടെയാണ് നമ്മളിനി ചെയ്യുന്നത്. കണ്ടോ, ഓക്കെ. അപ്പോൾ ഇതിന് തൊട്ട് മുകളിൽ വരുന്ന ആ ഒരു സ്റ്റിച്ചിനെ നമ്മൾ ഒഴിവാക്കി. അത് ഇനി അതിനെ സ്കിപ്പ് ചെയ്ത് വിടുവാണ്. ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്, അതിനെ നമുക്ക് സ്കിപ്പ് ചെയ്തേക്കാം. ഇനി നമുക്ക് അടുത്തതിലേക്കാണ് പോകാനുള്ളത്. അടുത്തതിൽ നമുക്ക് വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെയാണ് വീണ്ടും ചെയ്യാൻ പോകുന്നത്. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെയാണ്, പക്ഷെ അതിന് പകരം ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് 2 ഡബിൾ ക്രോഷേ, വീണ്ടും ഒരു തവണ കൂടി താഴത്തെ സ്റ്റിച്ചിലേക്ക് പോവാണ്. ഇവിടെ ചെയ്യുന്നതിന് പകരം താഴെ വന്ന് ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. നെക്സ്റ്റിൽ ഇവിടെ ചെയ്യുന്നതിന് പകരം നേരെ താഴെ വന്നിട്ടാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. താഴെ വന്ന് ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ ഉണ്ട്. ഇനി ഏറ്റവും ടോപ്പിൽ വരുന്ന സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത്, കുറച്ച് പാടാണ് ഇത് കയറി കിട്ടാനായിട്ട് എപ്പോഴും. എല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ സിംഗിൾ ക്രോഷേ, ചെയിൻ 1,
then single crochet on the same stitch. കണ്ടോ, ഇവിടെ നമുക്കൊരു പോയിൻ്റ് കിട്ടും. ഇവിടെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ ക്രോഷേ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ആണ് വരുന്നത്, നേരെ താഴത്തോട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ, ഇനി നമുക്ക് ഡബിൾ ക്രോഷേ വരുന്നു. അടുത്തത് കണ്ടില്ലേ, നമുക്കിനി സെയിം സ്റ്റിച്ചിൽ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, അതായത് ഡബിൾ ക്രോഷേ ഇൻക്രീസ്. ഓക്കെ, ഇനി നമുക്കൊരു ഡബിൾ ക്രോഷേ. വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യുന്നതിന് പകരം താഴത്തോട്ട് ഇറക്കിയിട്ട് അടുത്ത ഡബിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെ വരെ കണ്ടിന്യൂ ചെയ്യുക. സ്ലിപ്പ് സ്ലിച്ച് ഇടാം കേട്ടോ. നമുക്ക് അടുത്ത സിംഗിൾ ക്രോഷേസിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് മാർക്കർ മാറ്റാം, കളറ് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇനി ഗ്രീൻ കളർ ആണ് എടുക്കുന്നത്. ഇവിടെ ചേഞ്ച് ചെയ്ത് സെൻറ്ററിൽ നമ്മൾ ഇതിപ്പം സ്റ്റിച്ച് മാർക്ക് മാറ്റിയ സ്റ്റിച്ചിൽ ഹുക്കിനെ കടത്തുന്നു. എല്ലാ യാണും ഉള്ളിൽ വന്നില്ലേ നോക്കുക കേട്ടോ. ഇത് ഇച്ചിരി പാടായിട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ കുറേ സ്റ്റിച്ചസ് വരുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു, ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് വയർ ആഡ് ചെയ്യാം. ഞാനൊരു ഈ തിന്നായിട്ടുള്ള വയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് വയറിനെ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കാം. സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം 2 സിംഗിൾ ക്രോഷേ, ചെയിൻ 2, പിന്നെ ഈ പൈക്കോട്ട് സ്റ്റിച്ച് ഉണ്ടല്ലോ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുത്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ, വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 2. ഇനി നമുക്കൊരു ഫ്രണ്ട് ലൂപ്പ് എടുക്കാം. ഫ്രണ്ട് ലൂപ്പ് സിംഗിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ. ഈ പ്രോസസ്സ് ഒരു 8 തവണയെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. അതിന് മുൻപ് നമുക്ക് ഈ ആണിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒയ്യോ, 1 2 3 4 5 6 7 8 തവണ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന 4 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേസ് ചെയ്ത് കൊടുക്കാം. 1 2 3 4. അത് കാണത്തില്ല കേട്ടോ 4. ഇനി ഫ്രണ്ടിലുള്ള അതായത് ടോപ്പിലുള്ള സ്റ്റിച്ചല്ല ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് ഇത്തിരി ടൈറ്റാണ്. 2 സിംഗിൾ ക്രോഷേ ചെയ്യാം.
നമ്മൾ ഒത്തിരി സ്റ്റിച്ചസുകൾ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അത് ഇത്രയും ടൈറ്റായി പോകുന്നത്. ഇനി 2 ചെയിൻ സ്റ്റിച്ച്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. വീണ്ടും സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. ഇനി നമുക്ക് 4 സിംഗിൾ ക്രോഷേ 1 2 3 4. ഇനി ഇതേപോലെ തന്നെ 8 സ്റ്റിച്ചസ് ഇവിടെയും ചെയ്യുന്നു. ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് യാണിനെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിനെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, നീട്ടിയെടുക്കുക, കട്ട് ചെയ്യുന്നു. ഇതിനുള്ളിൽ കൂടെ ചുറ്റിയിട്ട് നമുക്ക് വലിച്ചെടുക്കാം. സോ ഇവിടെ നമുക്കൊരു നോട്ട് കിട്ടും. അപ്പോൾ ഒരു കെട്ടി വെച്ച് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഈ യാണിനെ ഈ ബാക്കി വരുന്ന സ്റ്റിച്ചിൽ വയറിൽ നമുക്കൊന്ന് ചുറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നിർത്തുന്നതിൻ്റെ കാരണം ഇവിടം വരെ ഒരു അറ്റം പിടിച്ചത് ശരിയായി പോയില്ല, അതുകൊണ്ടാണ്. സോ ഞാനിവിടെ ടൈറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചുറ്റണം എന്നുണ്ടെങ്കിൽ ഈ ആണിനെ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഇവിടം വരെ ചുറ്റിയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി പുറകിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒക്കെ എന്തെങ്കിലും നൂലുകൾ മറ്റതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ ഇത് രണ്ടാമത്തെ ലീഫാണ് കേട്ടോ. ഏറ്റവും നടുവിൽ വരുന്നത് നമ്മൾ ചെയ്തു. ഇത് ഒരു സെക്കൻഡ് ടൈപ്പായിട്ട് വരുന്ന ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഞാനൊരു 2 എണ്ണത്തിനെയാണ് ചെയ്തിട്ടുള്ളത്.